ഇരിക്കൂ ഇരിക്കൂ, ഞാനാണ് നിൽക്കേണ്ടത്. ഇരിക്കൂ. ഇപ്പോൾ ഭൂമി എന്റേതാണ്. എനിക്കും ഇതാണിഷ്ടം. ഈ ഔപചാരികതകളെല്ലാം മീഡിയയ്ക്ക് ഗുണം ചെയ്യും. എല്ലാ പേർക്കും സ്വാഗതം. പലരും വളരെ ദൂരത്ത് നിന്നും വന്നിരിക്കുകയാണ്. ഞാൻ പക്ഷേ വൈകിയാണ് എത്തിയത്. അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ട്രാഫിക്കോ മറ്റോ കൊണ്ട് വൈകിയതല്ല, ഞാനായിട്ട് തന്നെ വൈകിയതാണ്. കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ടായിരുന്നു. അത് ശരിയാക്കാനായിട്ടാ കുറച്ച് സമയമെടുത്തത്. കാത്തിരുന്നതിന് നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമുക്ക് ആരംഭിക്കാം. തുടങ്ങിക്കോളൂ. ഗുഡ് ഈവനിങ് ആചാര്യജി. സാർ, എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇക്കോണമിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് റിസോഴ്സ് ഷെയറിംഗ് ആണ്. എന്നാൽ നമ്മൾ ഈ അടുത്ത് കണ്ടുവരുന്ന ഒരു സാഹചര്യം എന്താണെന്നാൽ, വലിയ കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ വളരെയധികം ശ്രദ്ധ കാണിക്കുകയും പക്ഷേ ആ ലാഭവിഹിതം അവരുടെ തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നതിൽ വിമുഖത കാണിക്കുകയും ചെയ്യുന്നതായാണ്. തൊഴിലാളികളെ വെട്ടിക്കുറയ്ക്കുന്നത് വ്യാപകമായി നടന്നുവരികയാണ്. ആയിരക്കണക്കിന് തൊഴിലാളികളെയാണ് കമ്പനികൾ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. സാർ, എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കോർപ്പറേറ്റുകൾ അവരുടെ മനുഷ്യവിഭവശേഷിക്ക് ബദലായി AI-യും മറ്റ് സാങ്കേതികവിദ്യയും വ്യാപകമായി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ജോലി സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. ഓർഡിനറി ജോലികൾ ചെയ്യുന്നതിന് അവർക്ക് ഇനി മുതൽ വർദ്ധിച്ച മനുഷ്യവിഭവശേഷിയുടെ ആവശ്യമില്ലാതാകുന്നു. IIT അഡ്മിഷൻ കിട്ടിയെന്നതുകൊണ്ട് ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. പക്ഷേ ഒരു സിവിലൈസേഷൻ എന്ന നിലയിൽ നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യവും. സാർ, ഒരു 50 വർഷത്തിന് അല്ലെങ്കിൽ 100 വർഷത്തിന് ശേഷമുള്ള ഇന്ത്യയെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? യുവാക്കൾ നമ്മുടെ രാജ്യത്തെ മറ്റൊരു ദിശയിലേക്ക് എത്തിച്ചിട്ടുണ്ടാകുമോ? ഇംഗ്ലീഷിലോ അതോ മലയാളത്തിലോ? മലയാളത്തിൽ സർ. മലയാളത്തിൽ പറയട്ടെ. അതെ സർ, മലയാളം. ചോദ്യം എന്തായിരുന്നു? ഒരു ചോദ്യം ആദ്യം ചോദിക്കൂ. എന്താണ് താങ്കളുടെ പ്രശ്നം? സർ, എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, AI-യുടെയും സാങ്കേതിക വിദ്യകളുടെയും വരവിനെ നമുക്ക് തടയാൻ സാധിക്കില്ല. ജോബ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ജനങ്ങളാകെ പരിഭ്രാന്തരാണ്. അവർ തൊഴിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 8 വർഷം കൊണ്ട് 2 ലക്ഷം തൊഴിൽ എന്നത് എങ്ങോട്ട് പോയി എന്നൊക്കെ ജനങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. ശരിക്കും പ്രശ്നം അതല്ല. പ്രശ്നം നിങ്ങൾക്ക് എവിടെ ജോലി നൽകാൻ കഴിയുമെന്ന കാര്യത്തിലാണ്. ജോലി തരുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടാകണമല്ലോ. കാരണം മനുഷ്യരുടെ ആവശ്യമുള്ള മേഖലകൾ ഇപ്പോൾ വളരെ കുറഞ്ഞു വരികയാണ്. പതുക്കെ എല്ലായിടത്തും നമ്മൾ യന്ത്രവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ വിഷയം ഇൻഡിവിജ്വൽ കപ്പാസിറ്റി എന്നതിനെക്കുറിച്ച് മാത്രമല്ല, മറ്റ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പറയുന്നത് പോലെ റൈസ് എബവ് ദി റെസ്റ്റ്, പിന്തള്ളപ്പെടാതിരിക്കാൻ നൈപുണ്യം വികസിപ്പിക്കൂ എന്നൊന്നും പറഞ്ഞിട്ട് ഇവിടെ കാര്യമില്ല. 7 ബില്യൺ ജനങ്ങളുടെ ഒരു സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നതാണ് ഇവിടുത്തെ വിഷയം. അടുത്ത 50-100 വർഷം കൊണ്ട് ഇന്ത്യ എങ്ങോട്ടാണോ എത്തിച്ചേരുന്നത് അതായിരിക്കും ഈ ലോകത്തെ തന്നെ ഷേപ്പ് ചെയ്യുന്നത്. കാരണം ഇന്ത്യയുടെ ജനസംഖ്യ, ഇന്ത്യയുടെ യുവശക്തി വളരെ വളരെ വലുതാണ് എന്നതാണ്. വേഗത്തിൽ പോകരുതേ, നിർത്തി പോകാം നമുക്ക്. ഓക്കെ, ശരി. നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. കുറച്ചു കാലം മുൻപ് വരെ നമ്മൾ കാട്ടിൽ ജീവിക്കുകയായിരുന്നു, ശരിയല്ലേ? നമ്മുടെ ഈ ഭൂമിയിൽ മനുഷ്യനുണ്ടായിട്ട് ശരിക്കും 100 വർഷങ്ങളായി എന്ന് വിചാരിക്കൂ. അപ്പോൾ നമ്മൾ കാട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് വെറും 2 സെക്കൻഡേ ആയിട്ടുള്ളൂ. മനുഷ്യരെന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് മാത്രമല്ല, നമുക്ക് മുൻപേ ഉണ്ടായിരുന്നവർ. ആ സ്പീഷീസിന് നമുക്ക് വേറെ ഒരു പേരിടാം, നമ്മുടെ പൂർവികർ. അപ്പോൾ 100 വർഷമായെങ്കിൽ നമ്മൾ കാട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് എത്ര സെക്കൻഡുകളാണായത്? ശരിക്കും 2 സെക്കൻഡുകളാണായത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഹജവാസനകളും നമ്മുടെ പ്രവണതകളും ഇരിക്കൂ. സഹജവാസനകളും നമ്മുടെ പ്രവണതകളും കാട്ടിലേത് തന്നെ ആയിരിക്കുമല്ലോ, അങ്ങനെയല്ലേ? ശരിയല്ലേ? കാട്ടിലാണെങ്കിലോ എല്ലാവരും അവരവർക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. കാട്ടിൽ പരസ്പര സഹകരണം, കോഓപ്പറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അവർ അവരുടെ ജീവൻ രക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭമോ ഗുണമോ ഉണ്ടാക്കുന്നതിന് മാത്രമാണ്. അല്ലാതെ വേറെ ഒരു തരത്തിലുമുള്ള സഹകരണമില്ല. സത്യമല്ലേ അത്? നമ്മുടെ തെറ്റിദ്ധാരണ എന്തെന്നാൽ, നമ്മൾ പരസ്പരം സഭ്യമായി സംസാരിക്കുമ്പോഴും നല്ല കവിതകൾ ചൊല്ലുമ്പോഴും നമ്മൾ മൃഗങ്ങളല്ലാതായി എന്നതാണ്. നിങ്ങളിപ്പോഴും മൃഗം തന്നെയാണ്. കോർപ്പറേഷന്റെ ഉടമസ്ഥനും മൃഗം തന്നെയാണ്. എല്ലാ മൃഗങ്ങളും അവരവരുടെ ലാഭത്തിനും ഗുണത്തിനും വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഒരു ബോർഡ് മെമ്പർ ആയിരുന്നാലും ഏതെങ്കിലും സ്റ്റോക്ക് ഹോൾഡേഴ്സ് ആയിരുന്നാലും
ഏത് മേഖലയിലും അവർ അവർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അവർ അവർക്ക് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മികച്ച ഫലത്തിനും കൂടുതൽ ഉൽപ്പാദനത്തിനും AI സാങ്കേതികവിദ്യ ലഭ്യമാവുകയാണെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്തിയാൽ എന്താണ് തെറ്റ്? എല്ലാവരും അതുപയോഗിക്കും. അത് സംഭവിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ആർക്കും അത് തടയുവാനും കഴിയില്ല. നോക്കൂ, അയാൾ ആ കമ്പനി തുടങ്ങിയത് തന്നെ എന്തിനാണ്? സാമൂഹിക സേവനത്തിനാണോ? അയാൾ അയാളുടെ ലാഭത്തിന് വേണ്ടി മാത്രമാണത് തുടങ്ങിയത്. അതിൽ നിന്നും നിറയെ പണമുണ്ടാക്കി ആഡംബരത്തിൽ ജീവിക്കുന്നതിനും സമൂഹത്തിൽ ഉയർന്ന നില നേടുന്നതിനും വേണ്ടിയാണത്. അല്ലാതെ എൻ്റെ സാമൂഹിക പ്രതിബദ്ധത നിർവഹിക്കുന്നതിന് വേണ്ടിയാണെന്ന് വെറുതെ പറയാമെന്നേ ഉള്ളൂ. ഈ പറച്ചിലുകൾ കൊച്ചു കൊച്ചു കുട്ടികൾ പോലും വിശ്വസിക്കുകയില്ല. ആ വാക്കുകൾ ഇന്റർവ്യൂകളിൽ നന്നായി തോന്നും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് പത്മശ്രീ ലഭിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഈ കമ്പനി നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ ആരംഭിച്ചത് എന്നൊക്കെ. അതായത് ഒരു തൊഴിൽ ദാതാവാകുന്നതിന് വേണ്ടിയാണ് ഞാനൊരു സംരംഭകനായത് എന്നൊക്കെ പറയാം. ഇതൊക്കെ തമാശയായി പറയാമെന്നേ ഉള്ളൂ. ആളുകൾ കമ്പനി ആരംഭിക്കുന്നത് അവരുടെ മതിപ്പ് നേടുന്നതിന് തന്നെയാണ്, സമൂഹത്തിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി, വലിയ ആളെന്ന് എല്ലാവരും പറയുവാൻ വേണ്ടിയിട്ട്. അവസരം കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം എല്ലാം കൈമാറിയിട്ട് എക്സിറ്റ് ആകുവാനും. ഞങ്ങളുടെ ഈ ബാച്ച്, IITന്മാരുടെ ബാച്ച്, ഞങ്ങൾക്ക് മുൻവർഷങ്ങളിലെ ബാച്ചുകൾ, പാൻ IIT ബാച്ച്, IIMകാരുടെ ബാച്ചുകൾ, ഇവരുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളിലൊക്കെ അഭിനന്ദനങ്ങൾ എപ്പോഴാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആരെങ്കിലും എന്തെങ്കിലും സംരംഭം തുടങ്ങുമ്പോഴല്ല. കാരണം എന്നും എല്ലാവരും എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നുണ്ടാകും. അതുപോലെ തന്നെ നിർത്തുന്നുമുണ്ടാകും. ഏറ്റവും കൂടുതൽ അഭിനന്ദനങ്ങൾ കിട്ടുന്നത് ആരെങ്കിലും എക്സിറ്റ് ചെയ്യുമ്പോഴാണ്. എക്സിറ്റിന്റെ അർത്ഥം മനസ്സിലായോ? എക്സിറ്റ് എന്ന് വെച്ചാൽ 5-10 വർഷം ആരെങ്കിലും ഒരു കമ്പനി നടത്തിയിട്ട് അത് മറ്റ് വേറെ ആർക്കെങ്കിലും വിൽക്കും. വിൽക്കുമ്പോൾ വിൽക്കുന്നവന് 100 കോടിയോ 500 കോടിയോ ഒക്കെ ലഭിക്കും. അതിന്റെ ആശംസകളാണ് കിട്ടുന്നത്. എന്റെ ബാച്ച് ഇക്കാര്യത്തിൽ വളരെ സമൃദ്ധമാണ്. 1000-2000 കോടി രൂപയുടെ ആസ്തിയുള്ള ആൾക്കാർ ഈ ബാച്ചിലുണ്ട്. അവർ വരുമ്പോഴൊക്കെ ആശംസകൾ, അഭിനന്ദനങ്ങൾ ഇങ്ങനെ ഒഴുകും. നിങ്ങളിന്ന് 100 പേരെ കൂടി ജോലിക്കെടുത്തതിനാണോ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ കിട്ടുന്നത്? ആ കാര്യത്തിന് ഞാൻ ഇന്നുവരെ ഒരു അഭിനന്ദനവും കണ്ടിട്ടേയില്ല. ഞാനിന്ന് ഇത്രയും പേർക്ക് ജോലി നൽകി. അതിന്റെ പേരിൽ ഇന്ത്യയുടെ തൊഴിൽ ദാതാക്കളിൽ മികച്ച സ്ഥാനം നേടിയെന്ന് പറഞ്ഞ് എനിക്ക് ഇതുവരെയും ഒരു കൺഗ്രാജുലേഷൻസ് പോലും കിട്ടിയിട്ടില്ല, കിട്ടുകയുമില്ല. പകരം ഇത്രയും ആൾക്കാരെ നിങ്ങൾ എടുത്തത് അബദ്ധമാണെന്നേ പറയുകയുള്ളൂ. മനുഷ്യശേഷിയുടെ സഹായമില്ലാതെ ജോലികൾ നടക്കുമെങ്കിൽ പിന്നെ ആളുകളെ നിയോഗിക്കുന്നത് അധിക ചെലവ് മാത്രമാണ്. ആളില്ലാതെ തന്നെ ഒരു കാര്യം നടക്കുമെങ്കിൽ പിന്നെ അതിനായി കോസ്റ്റ് കൂട്ടുന്നത് എന്തിനാണ്? ആളുകൾ കോസ്റ്റ് മാത്രമല്ല, പല സമയത്തും ന്യൂയിസൻസുമായി മാറാറുണ്ട്. ആൾക്കാരെ ജോലിക്കായി എടുത്തു കഴിഞ്ഞാൽ അവർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് നമുക്ക് പറയുവാനും കഴിയില്ല. ഇവിടെ ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, യൂത്ത്ഫുൾ ഐഡിയലിസവുമായി ബന്ധപ്പെട്ട്. AI വരികയാണ്, അതുകൊണ്ട് തൊഴിൽ നഷ്ടപ്പെടും, ലോകത്തിന്റെ സ്ഥിതി എന്തായിത്തീരുമെന്നൊക്കെ. ലേ ഓഫ് വന്നാൽ ആൾക്കാർ വീട്ടിൽ കിടക്കും. അങ്ങനെ വെറുതെ ഇരിക്കുന്നവർക്ക് ഇലക്ഷൻ വരുമ്പോഴേക്കും സൗജന്യമായി കാര്യങ്ങൾ ലഭിക്കും. സൗജന്യങ്ങൾ കൊടുക്കുന്നതിന് 2 കാര്യങ്ങളുണ്ട്. ആദ്യത്തേത്, സൗജന്യങ്ങൾ നൽകിയില്ലെങ്കിൽ ഇലക്ഷൻ അവർ വോട്ട് ചെയ്യുകയില്ല. രണ്ടാമത്തേത്, അവരുടെ കയ്യിൽ പണമൊന്നുമില്ലെങ്കിൽ ഈ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എങ്ങനെ വിറ്റഴിക്കും? അപ്പോൾ ആൾക്കാരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്കുള്ള പർച്ചേസിംഗ് പവർ നിലനിർത്തുന്നതിനുള്ള സാഹചര്യം ഈ സമൂഹം നൽകും. ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ 0 ആക്കിയാൽ മുഴുവൻ സമ്പത്തും 0.1% ആൾക്കാരുടെ കയ്യിൽ മാത്രമായി കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഗുഡ്സുകൾ ആര് വാങ്ങും? ഉൽപ്പന്നങ്ങൾ അങ്ങനെ വാങ്ങുവാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവരിലേക്കുള്ള ഈ ഫ്ലോ ഓഫ് വെൽത്ത് നിന്നുപോവുകയില്ലേ? നിങ്ങൾ എന്ത് സാധനം വാങ്ങുമ്പോഴും അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വെൽത്ത് ഫ്ലോ ആണ് സംഭവിക്കുന്നത്. ആരുടെ അടുത്തേക്ക്? ഉൽപ്പാദകൻ ആരാണ്? അവരുടെ അടുത്തേക്ക്. അതായത് സർപ്ലസ് ആർക്കാണ് കിട്ടുന്നത്? അതായത് നമ്മൾ ഒരു 40 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ അതിന്റെ ഉൽപ്പാദന ചെലവ് 30 ആണ്. അപ്പോൾ അതിൽ സർപ്ലസ് ആയി കിട്ടിയ 10 രൂപ ആർക്കാണ് കിട്ടുന്നത്? നിങ്ങൾക്കോ അതോ ഉൽപ്പാദിപ്പിച്ചവനോ? ആ പേർച്ചേസ് ട്രാൻസാക്ഷൻ ഉൽപ്പാദിപ്പിച്ചവനാണ് അത്യാവശ്യം. കാരണം ഫ്ലോ ഓഫ് വെൽത്ത് അവന്റെ അടുത്തേക്കാണുള്ളത്. ശരിക്കും നിങ്ങളെ ദരിദ്രവാസിയാക്കി തീർക്കുവാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ജനസാഗരത്തെ പട്ടിണിയിലാക്കുന്ന സ്ഥിതി ലോക സമ്പദ് വ്യവസ്ഥയിൽ ഒരിക്കലും തന്നെ സംഭവിക്കുവാനും പോകുന്നില്ല. കാരണം അങ്ങനെ സംഭവിച്ചാൽ അവർ ഉൽപ്പാദിപ്പിക്കുന്നത് ആര് വാങ്ങും?
നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുക. എത്ര കിട്ടും? നിങ്ങളുടെ ജീവിതം നിലനിൽക്കുന്നിടത്തോളം നിങ്ങൾ വിനോദത്തിൽ തുടരുന്ന അത്രയും നിങ്ങൾക്ക് കിട്ടുന്നു. ഒരു ജോലി കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് സൗജന്യങ്ങളായി ലഭിക്കും. അതിനാൽ ഇതാണ് ലോകത്തിന്റെ ഭാവി സാമ്പത്തിക ക്രമം. ഇവിടെ സാമ്പത്തിക അസമത്വം വർദ്ധിക്കും, അതോടൊപ്പം സൗജന്യങ്ങളും വർദ്ധിക്കും. 99.9% വരുന്നവരെ ദരിദ്രരാക്കിയാൽ ആദ്യം സമ്പദ്വ്യവസ്ഥ സ്തംഭിക്കും. രണ്ടാമതായി ഇവിടെ കലാപമുണ്ടാകാം. പൂർണ്ണമായി നിരാകരിക്കപ്പെടുന്നവൻ, അതേപോലെ പൂജ്യത്തിലെത്തുന്നവൻ, അതുപോലെ തന്നെ തൊഴിലാളി വർഗം അവർക്ക് കഴിക്കാൻ പോലും ഒന്നുമില്ലെന്ന് മനസ്സിലാക്കി കലാപമുണ്ടാക്കുവാൻ തെരുവിലേക്കിറങ്ങുന്നു. ഇതാണ് സ്ഥിതി. നിങ്ങൾ ശ്രീലങ്കയിൽ സംഭവിച്ചത് കണ്ടല്ലോ. ആളുകളെ ദരിദ്രരാക്കരുത്, അവരെ ഒരു പരിധിക്കപ്പുറം ദരിദ്രരാക്കരുത്. എന്നാൽ അവർ കലാപം നടത്തും. അതുകൊണ്ടാണ് ആളുകൾക്ക് ഇഷ്ടമുള്ളവ സൗജന്യമായി വിതരണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. അവർക്ക് ലഹരിയും വിനോദവും നൽകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നിങ്ങൾ അവർക്ക് നൽകുന്ന 2-4 രൂപയിൽ അവർ സംതൃപ്തരായി തുടരും. ഇതാണ് ശരിക്കും ലോകത്തിന്റെ ഭാവിയിലെ സാമ്പത്തിക ക്രമം. സമ്പത്ത് കുറച്ചു കൈകളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടും. ജനസഹസ്രങ്ങൾക്ക് കൂടുതൽ സൗജന്യങ്ങൾ കിട്ടും, നിലനിൽപ്പിനുള്ള സാധനങ്ങൾ, പിന്നെ കൂടുതൽ വിനോദങ്ങളും. തീരെ നിലവാരമില്ലാത്ത കൂടുതൽ വിനോദങ്ങൾ. രാജ്യത്ത് നടന്ന ഒരു സർവേയിൽ രസകരമായ ചിലത് കണ്ടെത്തിയിരുന്നു. പോഷകാഹാര ദൗർലഭ്യം നേടുന്ന ഒരാൾക്ക് പക്ഷേ ആവശ്യത്തിനനുസരിച്ച് ഇന്റർനെറ്റ് ഡാറ്റ ലഭ്യമായിരുന്നുവെന്നാണ്. അവരുടെ ശരീരത്തിനാവശ്യമായ ധാതുക്കളില്ലെങ്കിലും അവരുടെ ഫോണിൽ അധികം ഡാറ്റ ഉണ്ടായിരുന്നു. ഇത് വളരെ അത്യാവശ്യവുമാണ്. കാരണം ശരിയായി ഭക്ഷണം ലഭിക്കുക എന്നത് വളരെ ചിലവേറിയ ഒരു കാര്യം തന്നെയാണ്. ഭക്ഷണം കഴിക്കുക എന്നതിനർത്ഥം നിങ്ങൾ കുറച്ച് റൊട്ടിയോ കുറച്ച് പച്ചക്കറികൾ കിടപ്പുണ്ടായിരുന്നതോ ഒക്കെ കഴിച്ചുവെന്നാണ്. എന്നാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പോഷകാഹാരം ലഭിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് ശരിക്കും ചിലവേറിയ കാര്യമാണ്. ഇന്ത്യയിലെ പകുതിയിലധികം ആളുകൾക്കും അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ആവശ്യമായ പോഷകങ്ങളും ധാതുക്കളും ലഭിക്കുന്നില്ല. ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ലേ? ഇത് മറ്റൊരു കാര്യമാണ്. കാരണം ശരീരത്തിന് അതിൻ്റേതായ സംവിധാനങ്ങളുണ്ട്. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിന് ആവശ്യമുള്ള ഭക്ഷണവും പോഷകങ്ങളും ഇല്ലെങ്കിലും അത് തലച്ചോറിനെ നന്നായി സംരക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്കാർക്ക് വളരെ മെലിഞ്ഞ കൈകളും നേർത്ത കാലുകളുമാണുള്ളതെങ്കിലും അവർക്ക് IIT വിദ്യാർത്ഥികൾ വരെ ആകുവാൻ സാധിച്ചു. അതിന്റെ കാരണം എന്താണെന്നോ? ശരീരത്തിൽ തന്നെ അതിനുള്ള ഒരു പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ശരീരത്തിലെ മറ്റ് അവയവങ്ങളെല്ലാം ചെറുതായി ചുരുങ്ങുകയുണ്ടായി. അവർക്ക് പ്രോപ്പർ ന്യൂട്രീഷൻ ലഭിച്ചിരുന്നില്ല. ശരീരത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇതിലേക്കായിരുന്നു. അതിനെ ശരിയായി നിലനിർത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അത് നന്നായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇത് മാത്രം നന്നായിട്ടിരിക്കുന്നുവെന്ന് കരുതി മുഴുവൻ ശരീരവും നല്ല രീതിയിലാണെന്നതിന് അർത്ഥമില്ല. നമ്മളിൽ ഭൂരിഭാഗവും, നമ്മളെന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്, ക്ഷമിക്കണം, ഞാൻ പറയുന്നത്, നമ്മളിൽ മിക്കവരെയും പരിശോധിച്ചാൽ നമ്മൾ പല ആരോഗ്യ കാര്യങ്ങളിലും കുറവുള്ളവരായി കണ്ടെത്തും. ആ കുറവുകളുടെ കാരണം ശ്രദ്ധക്കുറവ് മാത്രമല്ല, മറിച്ച് ഓരോ സാധാരണക്കാരനും അത്തരം കുറവുകൾക്ക് കാരണം ദാരിദ്ര്യമാണ് എന്നതാണ്. പക്ഷേ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയാതിരിക്കുവാൻ നമുക്ക് ആവശ്യത്തിലധികം ഇന്റർനെറ്റ് ഡേറ്റ ലഭ്യമാകുന്നുണ്ട്. നമ്മളെ ഡേറ്റ റിച്ചാക്കി നിലനിർത്തുന്നു. ആ ഡാറ്റയിലൂടെ നിങ്ങളെ അവർ യാഥാർത്ഥ്യത്തിൽ നിന്നും വളരെയധികം ദൂരെ എത്തിച്ചിരിക്കും. അങ്ങേയറ്റം രസിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നതാണ് സത്യം. നിങ്ങൾ അറിയുന്നതേയില്ല. ഇതൊരിക്കലും നിങ്ങൾ അറിയുകയുമില്ല. പല കാര്യങ്ങൾ കാരണം നിങ്ങൾ എപ്പോഴും തിരക്കിലായിരിക്കും. ഇന്റർനെറ്റിലെ സെക്സ്, പലതരം വിനോദങ്ങൾ, കോമഡി ഷോകൾ, രാഷ്ട്രീയം, മതം, അങ്ങനെ പലതിൽ. യഥാർത്ഥ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക എന്നതാണ് ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നതും. സാമ്പത്തിക അസമത്വം എന്ന പ്രശ്നം മുൻപ് ഇന്ത്യയിലും ലോകത്തും ഇന്നത്തേതുപോലെ അത്ര വലുതായിരുന്നില്ല. എന്നാൽ ഓരോ വർഷവും ആ പ്രശ്നം വർദ്ധിച്ചു വരികയാണ്.
ആ അസമത്വം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആഡംബര വസ്തുക്കളുടെ കാര്യമെടുക്കാം. ഇന്ത്യ ഒരു വിപണി എന്ന നിലയിൽ പാശ്ചാത്യരുമായാണ് മത്സരിക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയിരിക്കാം. ആഡംബര വസ്തുക്കളുടെ കാര്യത്തിലെങ്കിലും ചെറിയ യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ വലിയ വിപണിയായി ഇന്ത്യ മാറിയിരിക്കുന്നുവെന്ന്. ഉദാഹരണത്തിന് 10-15 കോടി രൂപ വില വരുന്ന ഫ്ളാറ്റുകളും ബംഗ്ലാവുകളും UK-യിലും മറ്റ് സമ്പന്ന രാജ്യങ്ങളിലുമുള്ള അതേ തോതിൽ തന്നെ ഇന്ത്യയിലും വിൽപ്പന നടക്കുന്നു. മറ്റൊരുദാഹരണം, 1 കോടിയിലധികം വിലയുള്ള വാഹനങ്ങൾ. 1 കോടിയിലധികം വിലയുള്ള എല്ലാ വാഹനങ്ങളുടെയും വലിയ വിപണിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഇന്ത്യക്ക് ലോകോത്തര നിലവാരമുള്ള വിപണിയാകുവാൻ കഴിയാത്തത് ഏതിലാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ഇടത്തരക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ വിപണിയിലാണ് ശരിക്കും അത്. 91-ൽ ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ അന്ന് ഇന്ത്യയെ ഇടത്തരക്കാരുടെ, അതായത് മിഡിൽ ക്ലാസിന്റെ ഒരു വലിയ വിപണിയായി കണ്ട് മൾട്ടിനാഷണൽ കമ്പനികളാണ് ഇവിടേക്ക് വന്നത്. തല തിരിഞ്ഞാണ് സംഭവിച്ചത്. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് വലുതായില്ല, ഇന്ത്യയിലെ എലൈറ്റ് ക്ലാസ് ആണ് വലുതായത്. നമ്മുടെ രാജ്യത്തെ ഇടത്തരം ചെറുകിട വാഹനങ്ങളുടെ വിപണി നിശ്ചലമായിരിക്കുകയാണ്. അതേസമയം ആഡംബര വാഹനങ്ങളുടെ വിപണിയിൽ വലിയ കുതിച്ചുചാട്ടമാണ് കാണുവാൻ കഴിഞ്ഞതും. ഇന്ത്യയിലേക്ക് നിങ്ങൾ നിക്ഷേപം നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എങ്കിൽ മിഡിൽ ക്ലാസ് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിക്ഷേപിക്കാതിരിക്കുക. കാരണം ആ മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് ആയി തീർന്നിരിക്കുന്നു. ഇന്നലെ വരെ ഇടത്തരക്കാർ എന്ന് നിങ്ങൾ വിളിച്ചിരുന്ന കൂട്ടർ ക്രമേണ ഇടത്തരം പോലും അല്ലാതെ ആയിത്തീരുന്ന തരത്തിൽ സാമ്പത്തിക അസമത്വം വളർന്നു. അതുപോലെ ഏറ്റവും താഴേക്കിടയിലുള്ളവർ, അവർ കൂടുതൽ ദരിദ്രരാകുന്നു എന്നത് സത്യമല്ല. അവർ ദരിദ്രരാവുകയല്ല. പക്ഷേ യാഥാർത്ഥ്യമെന്തെന്നാൽ അവരുടെ വരുമാനം 3% വർദ്ധിക്കുമ്പോൾ അതിസമ്പന്നരുടെ വരുമാനം 300% വർദ്ധിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് താഴേക്കിടയിലുള്ളവർക്ക് അവരുടെ വരുമാനം വർദ്ധിക്കുന്നില്ല എന്ന് പറയുവാൻ കഴിയില്ല. അവരുടെ വരുമാനവും വർദ്ധിക്കുന്നുണ്ട്. എത്ര? പിരമിഡിന്റെ മുകൾ തട്ടിലുള്ള ക്ലാസിന്റെയും വരുമാനം വർദ്ധിക്കുന്നുണ്ട്. അത് 300%. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യത്യാസം വർദ്ധിച്ചതിനാൽ മുൻപ് നമ്മൾ മിഡിൽ ക്ലാസ് എന്ന് വിളിച്ചിരുന്നവരെ ഇനി മിഡിൽ ക്ലാസ് എന്ന് വിളിക്കാൻ പോലും സാധിക്കാതെയായി. ശരിക്കും ടോപ്പ് ഓഫ് ദി പിരമിഡിലുള്ളവരുടെ കാഴ്ചപ്പാടിൽ എല്ലാവരും മിഡിൽ ക്ലാസ് ആണ്. ഇതാണ് ലോകത്തിന്റെ യഥാർത്ഥ അവസ്ഥ. ഒരു കാര്യം നമ്മൾ പരിശോധിക്കുവാൻ വിട്ടുപോയി. അതാണ് ക്ലൈമറ്റ് ഡിസാസ്റ്റർ. ക്ലൈമറ്റ് ഡിസാസ്റ്ററും നമ്മുടെ സാമ്പത്തിക പിരമിഡുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. കാലാവസ്ഥാ ആഘാതങ്ങളുടെ പ്രധാന കാരണക്കാർ എന്ന് പറയുന്നത് ഏറ്റവും മുകൾ തട്ടിലുള്ളവരാണ്, ടോപ്പ് 1%. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നതോ താഴെ തട്ടിലുള്ളവരും. ഈ പിരമിഡ് ശരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നല്ല ഉയരത്തിൽ, ഏറ്റവും താഴെ നല്ല വീതിയിലുമാണ്. അവർ ചെയ്യും, നമ്മൾ അനുഭവിക്കും. മുഴുവൻ വരുമാനവും അവരുടെ പക്കലാണ്. അപ്പോൾ എല്ലാത്തരം കൺസംപ്ഷൻ അവർ തന്നെയല്ലേ ചെയ്യേണ്ടത്? കൺസംപ്ഷനാണ് കാർബൺ എമിഷൻ. എവിടെ നിന്നുമാണ് ഉണ്ടാകുന്നത്? കാർബൺ എമിഷൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? കൺസംപ്ഷനിൽ നിന്ന് തന്നെയാണ്. മുഴുവൻ ഉപഭോഗവും മുകളിലുള്ളവർ ചെയ്യുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ മുഴുവനും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ അനുഭവിക്കുന്നു. നമ്മൾ പ്രകൃതി ദുരന്തത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ഇത്തരം ദുരന്തങ്ങളുടെ ഫലം മുകളിൽ നിൽക്കുന്ന 1% പേർക്ക് വളരെ നേരിയ രീതിയിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. വലിയ കമ്പനി മുതലാളിമാർക്കും വലിയ ലാഭമുണ്ടാക്കുന്നവർക്കും എന്ത് പ്രശ്നമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്? അവർ റീലൊക്കേറ്റ് ചെയ്യും. കൊടും ചൂടും വേനലുമുണ്ടെങ്കിൽ അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറും. ഇതാണ് സംഭവിക്കുന്നത്. അവർക്ക് ആർട്ടിക് മേഖലകൾ വെക്കേഷൻ ചെലവഴിക്കുന്നതിനുള്ള സ്ഥലങ്ങളായി മാറും. നേരത്തെ കനത്ത മഞ്ഞും ശക്തമായ തണുപ്പുമുണ്ടായിരുന്നു. ഇപ്പോൾ വേനൽക്കാലത്ത് മഞ്ഞുരുകുന്നു. ഇത് ആ മേഖലയിൽ കൂടുതൽ തുറന്ന സ്ഥലങ്ങളും പച്ചപ്പുമുണ്ട്. അങ്ങനെ അവർ അവിടെ അവധിക്കാലം ആഘോഷിക്കുന്നു. അവർക്ക് കാലാവസ്ഥാ വ്യതിയാനവും അതിന്റെ ദുരന്തവും ടൂറിസത്തിനുള്ള ഒരു അവസരമായി മാറുകയാണ്. ഇതായിരിക്കും ഇനി ലോകത്തിന്റെ ഭാവി. ഇതെങ്ങനെയാണ് ഭാവിയായിത്തീരുന്നത്? ഒന്ന് എക്സ്റ്റേണലും ഒന്ന് ഇന്റേണലുമാണ്. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് സാങ്കേതികവിദ്യയും ഇന്റേണൽ എന്നത് അറിവില്ലായ്മയുമാണ്. ടെക്നോളജി വളരുന്നതിനൊപ്പം അറിവില്ലായ്മയും അജ്ഞതയും വർദ്ധിക്കും. എന്നാൽ
ശരിക്കും സംഭവിക്കേണ്ടിയിരുന്നത് ഇതാണ്. പുറത്ത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അറിവും വളരുന്ന അതേ വേഗതയിൽ ആത്മജ്ഞാനവും വർദ്ധിക്കണം. പക്ഷേ അതിവിടെ സംഭവിച്ചില്ല. പുറത്ത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അകത്ത് മനുഷ്യൻ പഴയ മൃഗമായി തന്നെ നിലനിന്നു. ആ 2 സെക്കൻഡുകാരൻ. ഉള്ളിൽ നമ്മൾ ഇപ്പോഴും കാട്ടിലെ ആ പഴയ മൃഗമായി തന്നെ തുടരുകയാണ്. എന്നാൽ നമ്മുടെ കൈവശം നൂതന സാങ്കേതിക വിദ്യകൾ വന്നിരിക്കുന്നു. അതിന്റെ ഫലമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ആരാണ് നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നത് എന്നതുപോലും നിങ്ങൾക്ക് അറിയുവാൻ കഴിയില്ലെന്ന്. ലോകത്തിലെ കാർബൺ ബഹിർഗമനത്തിന്റെ 2/3 ഭാഗവും ആകെ 50 മേഖലകളിൽ നിന്നുമാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് ഈ എൻറ്റിറ്റികൾ എന്ന് പറഞ്ഞാൽ? എൻറ്റിറ്റിയെ ഒരു മനുഷ്യനായി കണ്ടാൽ ലോകത്തെ ഒട്ടുമിക്ക കാർബൺ ബഹിർഗമനത്തിനും ഉത്തരവാദിത്തം മൊത്തം 50 ആൾക്കാരാണെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവർ വരും കാലങ്ങളിൽ എല്ലാവരുടെയും എല്ലാമായിത്തീരും. അവർ നമ്മുടെ മാതാപിതാക്കളായി മാറും. അവർ പലതരത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ യജമാനന്മാരാവുമെന്നല്ല, അങ്ങനെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ അപഹാസ്യവും അപകീർത്തികരവുമായതെന്തെന്നാൽ നമ്മൾ അടിമകളെപ്പോലെ നൃത്തം ചെയ്യും. പക്ഷേ നമ്മുടെ യജമാനന്റെ പേര് പോലും നമുക്ക് അറിയുവാൻ കഴിയില്ല എന്നതാണ്. ഇഫ് യു ആർ എൻസ്ലേവ്ഡ്, ഹു ഈസ് ദി മാസ്റ്റർ? അതുപോലും അറിയുവാൻ കഴിയില്ല. ഇന്നും അറിയില്ല. കാര്യം മനസ്സിലായോ? ഇപ്പോഴും ഈ ചോദ്യങ്ങൾ ചോദിക്കുവാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒരു ഹോൾ എടുത്ത് അതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചതുകൊണ്ടാണ്. നിങ്ങളുടെ അസോസിയേഷൻ ഞങ്ങളെ ഇവിടെ ക്ഷണിച്ച് ഇതിനെപ്പറ്റി സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. ഇതില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ വിനോദങ്ങളുടെയും നേരം പോക്കുകളുടെയും അഭിലാഷങ്ങളുടെയും പ്രതീക്ഷകളുടെയും ലഹരിയിൽ അഭിരമിച്ച് ഈ സമയം ഇരുന്ന് ഇൻസ്റ്റാഗ്രാം റീൽസോ ഏതെങ്കിലും ഡോക്യുമെന്ററിയോ മൂവിയോ മറ്റോ കാണുകയും നർമ്മസല്ലാപങ്ങളിൽ മുഴുകുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. അങ്ങനെ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു അറിവും അവശേഷിക്കുകയില്ല. കാര്യം പിടികിട്ടുന്നുണ്ടോ? ഇതൊക്കെ പക്ഷേ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. ആരും എതിർക്കില്ല. കാരണം എല്ലാവരും ലഹരിയിൽ മയങ്ങിയിരിക്കുകയാണ്, രാവും പകലും. എന്താണ് വഴി? ഇവിടെ ഇപ്പോൾ നടക്കുന്നതാണ് രക്ഷാമാർഗം. നമ്മൾ വഞ്ചിക്കപ്പെടുകയാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മളെ വിഡ്ഢികളാക്കുന്നവർ വളരെ മിടുക്കരായ ആളുകളാണെന്ന് ഇതിനർത്ഥമില്ല. അവരും ഗൊറില്ലകളാണ്. എന്നാൽ ഒരു കൂട്ടം ഗൊറില്ലകളുള്ളതിൽ ഒരാൾ ആധിപത്യം സ്ഥാപിക്കുന്നു. അതുപോലെ അവർ നമ്മുടെ മേലും ആധിപത്യം പുലർത്തിയിരിക്കുന്നു. കാര്യം കുറച്ചെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇനി എന്തു ചെയ്യും? കൊള്ളാം. യുവാവിന്റെ ആദർശം കൊള്ളാം. പക്ഷേ നിഷ്കളങ്കമായ ചോദ്യമാണ്. ഇത്രയധികം ലാഭമുണ്ടാക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ലാഭം പങ്കിടുന്നില്ല? സഹോദര, അവർ ഷെയർ ചെയ്യുന്നതിനാണോ ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കിയത്? ശരിയല്ലേ? അവൻ ഗൊറില്ലയാണ്. അവന് പഴം കിട്ടിക്കഴിഞ്ഞു. അത് നിനക്കെന്തിനു തരണം? ഗൊറില്ലയ്ക്ക് പഴം കിട്ടിയാൽ അത് നിനക്ക് തരാൻ നോക്കുമോ? എന്തോ ചെയ്യും? അത് തിന്നില്ലേ? അവൻ തിന്നുകയാണ്. അവൻ നിനക്ക് തരണമെന്ന് നീ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? ഇതിനാണ് അങ്ങനെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അവരിൽ ആരെങ്കിലും ഇവിടെ വന്നാൽ ഇവിടെ വലിയ സ്റ്റേജല്ലേ, നിങ്ങൾ പ്രതീക്ഷിക്കുമോ? അപ്പോൾ നിങ്ങൾ ഇത്തരം നിഷ്കളങ്കമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകും. സർ, നിങ്ങൾക്ക് കിട്ടിയ 18,000 കോടിയുടെ ലാഭം കൊണ്ട് എന്തു ചെയ്യും? നിങ്ങൾ ചോദിച്ച ചോദ്യം പോലെ തന്നെ അയാൾ ചിലപ്പോൾ മറുപടിയും തരും. അതിന് ഞങ്ങൾ ഇന്ത്യയിലെ എല്ലാ പേർക്കുമായി വിതരണം ചെയ്യും. കൊള്ളാം. CSR ചെയ്യും. NGOകൾ എന്താണെന്ന് കുറച്ചെങ്കിലും അറിയാവുന്നവർക്ക് CSR എന്താണെന്ന് മനസ്സിലാകും. അവർക്ക് നന്നായിട്ടറിയാം അതെന്താണെന്ന്. നിങ്ങൾക്കും ഒരു സംഘടനയുണ്ട്. അത് വളരെ പഴക്കമേറിയതാണ്. ഇന്നുവരെ ഞങ്ങൾ 1 രൂപ പോലും CSR സ്വീകരിക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടില്ല. CSRന്റെ അർത്ഥം തന്നെ ഇതാണ്. ഇതുവഴി വരുന്നു, ഇതിങ്ങനെ തിരികെ നൽകുന്നു. ഇടയ്ക്ക് കുറച്ചു നേരം കയ്യിൽ വച്ചേക്കൂ. ഇതുപോലെ പല പ്രപ്പോസലുകളും വന്നു. ഇടയ്ക്ക് ഞങ്ങൾ പറഞ്ഞു, സർ, ഇത് വേണ്ട, ഇത് CSR ആണ്. 1 രൂപ പോലും CSR ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് കൈയടിക്കാതിരിക്കൂ.
സംഭാവനകൾ നൽകൂ. ഞങ്ങളുടെ അടുത്തേക്ക് CSR വരില്ല. കാര്യം പിടികിട്ടിയോ? ഇടയ്ക്ക് ആരെങ്കിലും വന്നാൽ ചിലപ്പോൾ ഇങ്ങനെ പറയും, ലെറ്റ് മീ ടെൽ യു അവർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഞങ്ങൾ ഇത്രയും തുക CSRൽ ഇട്ടിട്ടുണ്ട്. അത് കേട്ടാൽ കൈയടിച്ചുകൊണ്ടേയിരിക്കും, നിർത്തില്ല. അവൻ ഗൊറില്ലയാണെന്ന കാര്യം ഓർമ്മ പോലും വരില്ല. ഗൊറില്ലയ്ക്ക് പഴം കിട്ടിയാൽ അതവൻ പങ്കിടുകയില്ല. അങ്ങനെ തോന്നുന്നെങ്കിൽ അത് ചതിയാണ്. ആരും ഒന്നും പങ്കിടുവാൻ പോകുന്നില്ല. ചിലപ്പോൾ കഴിച്ചിട്ട് അതിന്റെ തോല് ഞങ്ങൾക്ക് ഇട്ടു തന്നേക്കാം. അതിൽ നിങ്ങൾ സന്തോഷിച്ചേക്കാം. അത് സംഭവിക്കാം. കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ വിഡ്ഢികളാക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആ ചോദ്യം ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇങ്ങനെയാണത്. ഇങ്ങനെ എന്തെങ്കിലും കാണിക്കുമ്പോൾ ഞാൻ എന്തു പറയുകയാണെന്ന് പോലും ചിന്തിക്കാതെ അതിലേക്ക് നോക്കുവാനായുള്ള നമ്മുടെ ശീലം ഇതുവരെ മാറ്റിയിട്ടില്ല. ഇത് ശരിക്കും നിങ്ങൾക്ക് വേണ്ടി പറയുന്നതല്ല. നിങ്ങളിപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നവരല്ലേ? ഇത് ഞാൻ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇതിനെ ഓൺലൈനിൽ മറ്റും കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്ക്. ഇത് അവരെ മയക്കുന്നതിനുള്ള ചില വിദ്യകളാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ വെളിച്ചം ശരിയല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെപ്പടി വിദ്യകൾ കാണിച്ചില്ലെങ്കിൽ പിന്നെ അവർ അത് കാണില്ല. ബോധവും അറിവും ഇപ്പോൾ ലഹരിയുടെ മാർഗത്തിലൂടെയാണ് പ്രാപ്തമാകുന്നത്. ഇതിനെന്താണ് ചെയ്യേണ്ടത്? ഇന്ത്യ ഇപ്പോൾ സ്വയം ഒരു പുതിയ പേര് വിളിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേമ സമ്പദ്വ്യവസ്ഥയെന്ന്. എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? 80 കോടി ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നു എന്നതുകൊണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? എന്താണ് ഇതിന്റെ അർത്ഥം? ഞാൻ സ്വയം സമർത്ഥനല്ല എന്നാണ്. ഇതാണ് ഭാവി. ക്രമേണ കൂടുതൽ ആളുകൾ സബ്സിഡികൾ സ്വീകരിക്കുന്നവരായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ എല്ലാ ക്ലാസുകളും സബ്സിഡി ആവശ്യപ്പെടുന്നു. വിവിധ മേഖലകളിൽ സംഭരണത്തിനും ആവശ്യങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ശരിക്കും എന്തിനെ സൂചിപ്പിക്കുന്നു? ശരിക്കും ഇത് നിങ്ങൾക്ക് സ്വന്തമായി സമ്പാദിക്കുവാൻ സ്വയം ആവശ്യമായ സാധ്യത നിങ്ങളിൽ അവശേഷിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കിത്തരുന്നത്. നിങ്ങളെ ഏറ്റവും മോശം അവസ്ഥയിൽ, പട്ടിണിയും ദാരിദ്ര്യവും മാത്രം ഉള്ള ഒരവസ്ഥയിൽ വിട്ടിരുന്നുവെങ്കിലോ ഭരണസ്തംഭനം തന്നെ ഉണ്ടാകും. അങ്ങനെ ഇല്ലാതാക്കുവാൻ അവർ എന്തു ചെയ്യും? അവർ നിങ്ങൾക്ക് വിനോദങ്ങൾ ആവശ്യത്തിലധികം ലഭ്യമാക്കും. അവൻ പട്ടിണി കിടന്ന് മരിക്കുകയാണെങ്കിലും അവന്റെ ഇൻസ്റ്റാഗ്രാം പ്രവർത്തിക്കും. ഈ ഡൽഹിയിലുണ്ടോയെന്നറിയില്ല, ചെറിയ നഗരങ്ങളിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഒക്കെ ഇറങ്ങിയാൽ പുറത്ത് റിക്ഷാവണ്ടിയുമായി ആളുകൾ അവിടെയും ഇവിടെയൊക്കെ കാണും. രാത്രി 2 മണിയോ 4 മണിയോ ആകുമ്പോൾ റിക്ഷാക്കാരന്മാർ ആ വണ്ടിയിൽ തന്നെ കിടക്കുന്നു. അവർക്ക് ഉറക്കം വരില്ല. അവർ ഒന്നും കഴിച്ചിട്ടുണ്ടാകില്ല. നല്ല കൊതുക് കടിയുമുണ്ടാകും. അവർ അപ്പോഴും എന്ത് നോക്കുന്നുണ്ടാകും? എന്താണ് അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ അതിന്റെ അടുത്തുകൂടി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും അവരുടെ ഫോണിൽ നിന്നും ചിരിയും സംസാരങ്ങളും പാട്ടുകളും മറ്റും. അവൻ പട്ടിണിയാണ്, പക്ഷേ ഫോണിൽ ആവശ്യത്തിന് ഡാറ്റയുണ്ട് കുറഞ്ഞ നിരക്കിൽ. എന്തിനാണ് നിങ്ങൾ ലഹരിയിൽ മയക്കത്തിലിരിക്കണം?